എൻ്റെ റൂമിൽ വന്നിട്ട് തലോണ അവിടെ വെച്ച് മൈനോ ഷാട കേക്ക് തലോണ അവിടെ വെച്ച് കാല് നീട്ടിങ്ങിരിക്കുക. അപ്പം ഞാൻ വെറുതെ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പോയി. പുതിയ കസ്റ്റമർ അല്ലേ കസ്റ്റമറൊന്നുമില്ല ഫ്രണ്ട്. അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി. അതുവരെ കോളൊന്നും പുള്ളിക്കാനും വന്നില്ല കേട്ടോ. നല്ല രീതിയിലൊക്കെ സംസാരിച്ച് ആ ടിക്ടോക്കിലെ 23 വയസ്സെ ചെക്കനോട് ഇങ്ങനെ ഉരുമ്പ് സംസാരിച്ച് പുള്ളി ഇങ്ങനെ നീണ്ടിരുന്നു. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് വിവിയേട്ടാ കേക്ക് ഞാൻ പോയിട്ട് വിവിയേട്ടാ ഞാൻ അവൻ്റെ പാൻറ്റിൽ ഇങ്ങനെ പിടിച്ചു. ആ ജമ്മു കേക്ക് വിവിയേട്ടന് അങ്ങനെയല്ലേ ഇരിക്കുന്നത് ബെടി എടോ വിവിയായിട്ട് ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഓക്കെ വിവിയായിട്ട് നേരെ ഇരിക്കാം. വിവിയായിട്ട് അങ്ങനെ നേരെ ഇരിക്കാറ്. പക്ഷെ പുള്ളി ഇരുന്ന് കുറച്ച് കാൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇരുന്നത്. വെടി എന്നൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് തള്ളയെ പോയി വിളിച്ചാൽ മതി. ഓക്കെ വിവിയായിട്ടിന് വന്നൊന്നുമില്ല. വിവിയായിട്ടിന് അടുത്ത ആഴ്ചയിലേക്ക് പറയില്ല വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് കേക്ക് വിവിയേട്ടാ അപ്പൊ അയാളുണ്ടോ അപ്പം കാലിങ്ങനെ നീട്ടി വെച്ചു കേട്ടാ. അപ്പം ഞാൻ എന്താക്കി ആളുടെ അടുത്ത് ഇങ്ങനെ നീങ്ങിയിരുന്നു. അതുവരെ പുള്ളിക്കാരൻ ഭയങ്കര ബിസിയുള്ള ആളാണ് ആ കസ്റ്റമർ. ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് ആ പാൻറ്റിൽ ഇങ്ങനെ തലോടി ഇരിക്കുക. ഇങ്ങനെ പതുക്കെ തൊട്ട് സംഭവം കമ്പിയായി മോനെ. പക്ഷെ എന്തായാലും അപ്പോഴേക്കും കോള് വന്നു മൂഞ്ചി. അപ്പം ആ പയ്യ എന്നോട് പറയാ ചേച്ചി ഞാൻ അടുത്ത ആഴ്ച വരാം, സോറി ചേച്ചി കോള് വന്നു പോവാന്ന്. അങ്ങനെ കസ്റ്റമറും പോയി. അയ്യ സത്യം കേട്ടാ പോയി. ഒന്നും നടന്നില്ല പറയും. അപ്പോഴേക്കും കോള് നഷ്ട കോള് വന്നു. ഞാൻ തൊട്ട് മുഴപ്പിച്ച് നിർത്തിയതായിരുന്നു. പക്ഷെ എന്താക്കാനാ എന്തോ ചേട്ടാ കോള് വിളിച്ചു. വെരി സാഡ്. അയ്യോ നോ പ്രോബ്ലം. ആ കസ്റ്റമർ ഇനി വന്നോളൂ. മണി കിട്ടിയോ? ഇല്ല മണി കിട്ടിയില്ല. ഞാൻ മണിക്കല്ല കസ്റ്റമറെ തിരുമ്മിയത്. പോടക്കാടുന്നു. മണി കിട്ടിയോ? മണി പിന്നെ തടവിപ്പേക്ക് മണി കിട്ടി. ഫ്രൈഡേ വരും ആ ചെക്കൻ. ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടാ ഫ്രൈഡേ എന്ന് പറഞ്ഞാ അവനോട് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട് വരാൻ. വെള്ളിയാഴ്ച ഞാൻ ലൈവ് ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ചെക്കനോടെ ഞാൻ പോകും. ഷാർജയ്ക്ക് പോകും ആ കസ്റ്റമറിലൂടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് തക്കമുക്കം മേടിക്കുന്നു. വിവിയായിട്ട് ഞാൻ വെള്ളിയാഴ്ച പോകൂട്ടോ. ഓക്കെ കേട്ടോ. ഓക്കെ ഷാർജ റോളയിലാണ് റൂം എടുക്കുന്നത്. ഇതാണ് ഷാർജയ്ക്ക് പോകാൻ വെച്ചു. വെള്ളിയാഴ്ച വിവിയുടെ പോയാ പോയി. ഇങ്ങനെ ഇവിടെ ഒന്നും അല്ല. ഞാൻ പോവേ. കഴിഞ്ഞോ? തിരക്ക് കഴിഞ്ഞോ? കുറച്ചേരം ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാ ആ ഷാജക്കാരൻ്റെ അണ്ടി കളിച്ചോറ് പറ. നന്നായി അവിടെ ഇരുന്നോ. ഇത്ര നേരം തിരക്കുണ്ടായില്ല. ആ സമയത്ത് തന്നെ തിരക്കുന്നു. എപ്പോൾ ഗെയിമില്ല. ഗെയിം കളിക്കാൻ ആരെങ്കിലും വരണ്ടേട്ടാ. പിടിച്ചിരുത്താൻ പറ്റുമോ? രാത്രിയല്ലേ ഗെയിം കളിക്കുന്നത്. ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ആരെങ്കിലും വന്നല്ലേ. എനിക്ക് അങ്ങോട്ട് കയറി ഇടുന്ന പരിപാടി ഇല്ല. ഞാൻ അങ്ങോട്ട് കയറി ഗെയിം ഇടില്ല. ആ പരിപാടിയില്ല കുട്ടി. എൻ്റെ അപ്പു ശരിക്കും തടയും കൊണ്ടിരുന്ന ഞാനാ. അപ്പോഴേക്ക് ആ കസ്റ്റമറെ കാണാൻ എന്ത് രസമുണ്ടായ കസ്റ്റമറാന്നറിയോ. അവനെല്ലാം മസാജൊക്കെ ചെയ്തു. മസാജൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോഴാണ് പറയും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇരുന്നതാ. കസേരയും ഇങ്ങനെ തലേനേയും വെച്ച്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ അടുത്ത് പോയി സംസാരിച്ച് വെള്ളിയാഴ്ച കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടി ഇരുന്നതാ. ബിജി ഫാൻസ് ഷാർജ. നിങ്ങൾ വിവാഹിതനാണോ? കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം നോക്കുന്നുണ്ട്. നീ കഴിക്കുന്നോ?
വരുമ്പോൾ ബിജിമോൾ ഉണ്ടാകുമോ? ഉണ്ടാവും. കിടന്ന് സംസാരിക്കാം പ്ലീസ്. നമുക്ക് ആ കസ്റ്റമറുടെ കഥ പറയാം. ആശപ്പ ചേച്ചി എവിടെ? അറിയില്ല, വന്നില്ല. എടാ അപ്പൊ നമുക്ക് കിടന്ന് സംസാരിക്കും. ഉറക്കം വരുന്നു. ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. കിടന്ന് സംസാരിക്കും. ഭയങ്കര ക്ഷീണോടോ, ഭയങ്കര ക്ഷീണം. അയ്യോ എന്താ സ്റ്റോറി പറ, എനിക്ക് ഉറക്കം വരും. വയറ് നിറഞ്ഞിട്ടാന്നു മയില്. ദേ കണ്ട അപ്പു, കണ്ട ആ കസ്റ്റമർ ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ. പക്ഷെ എന്താ ചെയ്യാനാ, ഒരു യോഗവും ഇല്ല. ഇങ്ങനെ ഇരുന്ന കസ്റ്റമർ ഇങ്ങനെ വന്നിരുന്നു. എൻ്റെ പൊന്നു മോനത് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെയാണല്ലോ ഇരിക്കുക കസ്റ്റമർ. എൻ്റെ അമ്മീ, ഇന്ന് കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഇങ്ങനെ സാധനം പോലും മാറ്റിയിട്ടില്ല. ഇങ്ങനെ ഇരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നു. കസ്റ്റമർ അടുത്ത് ആപ്പിൾ ഫോണും ഇവിടെ ഇരുന്നു. ഇങ്ങനെയല്ല ഇതിങ്ങനെ. ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അപ്പൊ ഞാൻ കസ്റ്റമർക്ക് വെള്ളിയാഴ്ച കാണാൻ തോന്നുന്നു. അപ്പം ജസ്റ്റ് കാണാൻ വേണ്ടി വന്നല്ലേ. അപ്പൊ എന്നോട് ഞാൻ വെള്ളിയാഴ്ചത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ തള്ളയുടെ പോവായിരുന്നു വേട്ടാവളി. അധ്വാനമായിരിക്കും. എടാ കസ്റ്റമർ കഥ പറഞ്ഞിരിക്കണേടാ, മസാജിന് വന്ന കസ്റ്റമറിന്റെ കാര്യം. അങ്ങനെ വെള്ളിയാഴ്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ ഇതൊരു തടവിരിക്കട്ടെ, ഇതൊരു തടസ്സം ഇരുന്നോട്ടെ. ഓക്കെ അതാ പോളി. അപ്പൊ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞു. വെള്ളിയാഴ്ച എന്താണ് മേടിക്ക, അങ്ങനെ ഇങ്ങനെ തടവി ഇരുന്നു. മോനെ സംഭവം പൊളിച്ചു. എന്തേ അപ്പോഴത്തേക്കും കോള് വന്നു. ചീറ്റിപ്പോയി കുട്ടാ, ചീറ്റിപ്പോയി മോനെ. അപ്പോഴേക്ക് അവിടെ കിടന്ന കോള് ചവിട്ടിൽ വെച്ചു. ചീറ്റി ചെയ്യാൻ പറ്റും. യോഗമില്ല കുട്ടി, ഇതേനെ സാരമില്ല, അതെന്നും ഉള്ളതാ, നോക്കണ്ട, കുഴപ്പമില്ല, സാരമില്ല. എല്ലാ ആൾക്കാരും അങ്ങനെയല്ലേ. ഡ്യൂട്ടി സമയത്ത് നിന്ന് ഇറങ്ങി കസ്റ്റമർ വരുന്നില്ല. എല്ലാവർക്കും ഉണ്ടോ അങ്ങനത്തെ ഒരു വിവേട്ടം പോയാ കാണുന്നില്ല. പോയെന്നുണ്ടോ ഇന്ന് ഡ്യൂട്ടി എടുക്കുമേ? അയ്യോ എൻ്റെ കസ്റ്റമർ മയിലിപ്പോൾ വിളിക്കും. എനിക്ക് വർക്ക് എടുക്കാൻ മൂടില്ലല്ലോ, ഉറക്കം വരുന്നു. ബിജേജി കണ്ണിൽ എന്തോ പറ്റി?